ഹലോ ഗായ്സ്, നമുക്കൊന്നൊരു ഈവനിങ് റൊട്ടീൻ പഠിച്ചാലോ? ഞാൻ കോളേജിൽ നിന്ന് എത്തിയുള്ളൂ, നമുക്ക് ഫ്രഷ് ആയിട്ട് വേഗം വരാം. ആദ്യം തന്നെ ചായ വെക്കാം. ചായ എനിക്കുള്ളതല്ല കേട്ടോ, മമ്മിക്കുള്ളതാണ്. ഞാൻ ചായ കുടിക്കാറില്ല. നമ്മളെ മാത്രം ചായ കുടിച്ചാൽ മതിയോ? എന്റെ ടീംസ് അവിടെ വെയിറ്റ് ചെയ്യണം, അപ്പൊ അവർക്കും കൂടി ഉള്ളത് കൊടുക്കാം. ആ ഗ്യാപ്പിൽ നമ്മുടെ ചായ അങ്ങോട്ട് തിളച്ചു വന്നു കേട്ടോ. വീഡിയോ എടുക്കണ എന്റെ തിരക്കിൽ ഞാൻ അതോട് വിട്ടു. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഗപ്പിക്കുട്ടന്മാർക്ക് കൊടുക്കട്ടോ. അവർ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്, എല്ലാവരും പാടെ പുറത്തേക്ക് എത്തി. അപ്പൊ ഇനി സ്നാക്സ് ടൈമാണ്. മമ്മി വരുമ്പോൾ കുറച്ച് പൊക്കോട കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് നല്ല വിശപ്പാണ് കോളേജ് വിട്ട് വന്നാൽ. പിന്നെ ഇന്ന് എന്താ അറിയില്ല, വീഡിയോ എടുക്കണോണ്ടാ തോന്നുന്നു. ഞാൻ അടുത്ത പണി ഇതാണ്. ഇപ്പൊ ഞാൻ പോയി മാസത്തിലൊക്കെയാണ് ബെഡ്ഷീറ്റ് മാറ്റാറ്. അതും എനിക്ക് രാത്രി കിടക്കുമ്പോൾ ചൊറിച്ചിലൊക്കെ വരുമ്പോഴാണ് ഞാൻ മാറ്റാറ്. എന്താ ചെയ്യാ, മടി അറ്റി സ്പീക്ക് എന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ മാതാശ്രീ അടുത്തൊരു പണി തന്നു. നേരെ വിട്ടു നമ്മുടെ അടുത്ത വീട്ടിലെ തുന്നണ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കമ്പനി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ റോക്കി ബായി ആണ്. ഇപ്പൊ നമ്മുടെ സ്വന്തം ആളാണ്. അപ്പൊ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോണ വഴിക്ക് ഞാനൊരു നല്ലൊരു കാഴ്ച കണ്ടു. നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരൂ. നല്ല രസമല്ലേ? അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം മുത്തു ചേച്ചി, എന്റെ ലോക്കൽ സ്റ്റൈലിസ്റ്റ് എന്നൊക്കെ പറയാം. ഇത്രയൊക്കെ പൊക്കി പറഞ്ഞിട്ട് നോക്കുമ്പോൾ എന്റെ ചാനൽ മുത്തു ചേച്ചി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഒന്നും നോക്കിയില്ല, ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചു. ഗായ്സ്, അതാണ് കേട്ടോ സുന്ദരൻ വകയിൽ നമ്മുടെ ബന്ധുക്കെ ആയിട്ട് വരും. നമ്മുടെ ഇവിടുത്തെ പൂച്ചയുടെ ബെസ്റ്റിയാണ് കേട്ടോ. തിരിച്ചു വരുമ്പോഴേക്കും അവിടെ മഞ്ഞൊക്കെ മൂടിയിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു. എങ്ങനെ ഓരോ ദിവസം കഴിയണം. ഇനിയിപ്പോ എന്താ, കുടിക്കുക, കഴിക്കുക, ഫോൺ നോക്കുക, കടന്നുറങ്ങുക. അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വ്ലോഗ്.